എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരാളെ കാണിച്ചുകൊണ്ടാണ്. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂനു ഉണ്ടല്ലോ, ഒരു മെമ്മറി കാർഡ് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ കൈ കൊടുത്തില്ലായിരുന്നു, അയാളാണെങ്കിൽ ഇപ്പം ആ മെമ്മറി കാർഡൊക്കെ റിക്കവർ ആക്കി എടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാൾ ആ ബാരിയർ തകർത്തില്ലായിരുന്നു. അതാരാണെന്ന് അതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിയോളിന്റെ വൈഫായിട്ടുള്ള ഡീഹി എന്ന് പറയുന്ന പെണ്ണായിരുന്നു. അവളുടെ ഫേസ് ആണെങ്കിൽ ആ വീഡിയോയ്ക്കകത്ത് നല്ല ക്ലിയർ ആയിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡീഹിയും അതേപോലെ തന്നെ യൂൻസങ് ഇല്ലേ, ഇവർ രണ്ടുപേരോടി ഒരു സ്ഥലത്തായിട്ട് നടന്നു പോകുന്നതാണ്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ ഡീഹി തന്നെയാണ് യൂൻസങ്ങിനെ ഈ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ടും അവന് വേണ്ട എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നേ എന്ന്. ഇവർ രണ്ടുപേരും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മളുടെ ഹാങ്ങിൻ്റെയും യൂനുവിൻ്റെയും വീട്ടിലോട്ടാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ജർമ്മനി പോയേക്കുമല്ലേ, അതുകൊണ്ട് തന്നെ അവിടെ വേറെ സ്റ്റാഫും കാര്യങ്ങളൊന്നും ഇല്ല. ഇവർ രണ്ടെണ്ണം വന്നിട്ട് നമ്മളുടെ യൂനുവിൻ്റെ റൂമൊക്കെ അരിച്ചു പറക്കും. അപ്പം നമ്മുടെ ഡീഹി ഇങ്ങനെ പറയും, സത്യത്തിൽ പുറമേ കാണുന്നവർക്ക് ഹാങ്ങും യൂനുവും ഭയങ്കര അടിയാണ്, ശത്രുക്കളാണ് എന്നൊക്കെയാണ് തോന്നുന്നത്. എങ്കിൽ ഞാൻ കണ്ടെടുത്തോളം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടത്തിലാണ്. യൂനുവിനെ പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് പോലും ഇന്നേ വരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ ഗ്രേസ് തന്നെ അവനെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന യൂൻസങ് പറയും, നമുക്ക് നോക്കാം, എന്തായിരുന്നാലും അവൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനൊരു ബുക്കൊക്കെ തുറന്നു നോക്കും. അതിനകത്തൊക്കെ ആയിട്ട് നമ്മുടെ ഹാങ്ങിൻ്റെയും എൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അവസാനം നമ്മുടെ യൂൻസങ് ആണെങ്കിൽ ഈ യൂനുവിൻ്റെ ഒരു സീക്രട്ട് ലോക്കർ ഇല്ലേ, അത് കണ്ടുപിടിക്കും. ഉടനെ തന്നെ യൂൻസങ് പറയും, എന്തായിരുന്നാലും ഇതിനകത്ത് എന്തോ ഒന്നുണ്ട്. അവൻ അത്രയ്ക്കും നീറ്റും ക്ലീനും ആയിരുന്നെങ്കിൽ അവൻ ഇതേപോലൊരു ലോക്കറിൻ്റെ ആവശ്യമേ വരത്തില്ലായിരുന്നു. ഉറപ്പായിട്ട് ഇതിനകത്ത് എന്തോ ഉണ്ട് എന്ന് നമ്മുടെ യൂൻസങ് പറയും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ ഗ്രേസിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ യൂനുവും അതേപോലെ തന്നെ ഹാങ്ങും എന്തിനാണ് ജർമ്മനിയിലോട്ട് പോയത് എന്ന്. ഇപ്പോൾ ഇവരുടെ കൂടെ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂനുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുത്തനുമുണ്ട്. ഇവനെ വെച്ചിട്ട് ഈ ഗ്രേസ് ആണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ സെക്രട്ടറിനെ വിളിപ്പിക്കും. എന്നാൽ സെക്രട്ടറിയും വലിയ കാര്യമായിട്ടൊന്നും പറയത്തില്ല, അവർക്കറിയത്തില്ല എന്ന് പറഞ്ഞ് അങ്ങ് കൈയൊഴിയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനുവിനെയും അതേപോലെ തന്നെ ഹാങ്ങിനെയാണ്. രണ്ടുപേരും നല്ല കിടിലമായിട്ട് അവിടെ ജർമ്മനിയൊക്കെ ചുറ്റിക്കറങ്ങി കാണും. അങ്ങനെ ഇവർ രണ്ടുപേരുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഇറങ്ങുന്നേ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ്ങിനെ ഒരു കൊച്ചു ചെറുക്കൻ അവളുടെ സൈഡിൽ കൂടി ഓടി പോകുന്നത് പോലെ ഇല്യൂഷൻ കാണാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂൻസങ്ങിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ യൂനുവിൻ്റെ ആ ലോക്കറില്ലേ അതിൻ്റെ അടുത്തായിട്ട് തന്നെ വന്നിരിക്കുമായിരുന്നു. അവനിങ്ങനെ ആ ഡീഹി എടുത്ത് പറയും, അതായത് യൂനുവിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു സീക്രട്ട് കാണാൻ കിട്ടിയാൽ മതി എനിക്ക്, ഞാൻ അത് വെച്ചിട്ട് അവനെയും അതേപോലെ തന്നെ ഹാങ്ങിൻ്റെ ഫാമിലിനെ തെറ്റിപ്പിരിക്കുന്നേ ആയിരിക്കും എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂനുവും അതേപോലെ തന്നെ ഹാങ്ങും കൂടി ചേർന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നതാണ്. അവിടെ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിന് വേണ്ടിയിട്ട് നൂഡിൽസൊക്കെ തയ്യാറാക്കി കൊടുക്കും. നമ്മുടെ ഹാങ് ആണെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ നൂഡിൽസ് കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവളെ സംബന്ധിച്ച് ഇതൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ലേ. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അവിടെ നമ്മുടെ ഹാങ് ആണെങ്കിൽ പറയും, എന്തായിരുന്നാലും ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, നീ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് വേണ്ടി കരയുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ എൻ്റെ മെമ്മോറിയൽ ഹാളിലാണെങ്കിൽ ആവശ്യമില്ലാത്ത ആൾക്കാർ വന്നിട്ട് എന്നെപ്പറ്റി മോശം പറയാനൊന്നും നീ സമ്മതിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നീ ഉടനെ തന്നെ പോലീസിൽ കേസ് കൊടുക്കണം. പിന്നെ ഒരുപാട് ആൾക്കാരെ ഒന്നും ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരൊക്കെ എന്നെപ്പറ്റി എന്തൊക്കെ പറയുന്നെന്ന് നീ ശ്രദ്ധിച്ച് കേട്ടോണം. നീ എനിക്ക് വേണ്ടി ഒരുപാട് ദിവസം കരയൊന്നും വേണ്ട, പകരമായിട്ട് അന്നത്തെ ദിവസം കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞാൽ മതി. പിന്നെ ഒരാഴ്ചത്തേക്ക് എന്നെപ്പറ്റി ഓർത്തൊക്കെ ഇരുന്നോ, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ നമ്മുടെ ഹാങ് പറയും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ യൂനുവിനങ്ങ് ഒരുമാതിരിയാവും. അവനങ്ങ് ഭയങ്കര സങ്കടമായിട്ടാവും. പറയും, നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഡോക്ടർ നിൻ്റെ അടുത്ത് നിന്നെ ചികിത്സിക്കാൻ പറ്റത്തില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ, നീ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞോളൂ. WBCയുടെ കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാം. അതിന് വേണ്ടിയിട്ട് നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പം നമ്മുടെ ഹാങ് പറയും, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളുടെ കല്യാണത്തിന് മുന്നേ ആയിട്ട് അമ്മ എനിക്കാണെങ്കിൽ ഒരു വിൽപത്രം എഴുതി തന്നായിരുന്നു. അതായത് എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ സ്വത്തും കാര്യങ്ങളും എല്ലാം നിനക്ക് വരാണ്ട് എല്ലാം എൻ്റെ വീട്ടുകാർക്ക് എന്നെ ചെന്ന് തരുമെന്ന്. ഞാനാണെങ്കിൽ അന്ന് കണ്ണും പൂട്ടി അത് സൈൻ ചെയ്ത് കൊടുത്തു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനത് തിരുത്തി എഴുതാനിരിക്കുവാണ്, ഉടനെ തന്നെ ഞാനത് തിരുത്തി എഴുതും എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനുവിന് ഭയങ്കര സങ്കടമാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ മുന്നേ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഈ വിൽപത്രം ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മളുടെ ഹാങ്ങിൻ്റെ പുറകെ നടന്നത്. എന്നാൽ ഇപ്പോഴാണെങ്കിൽ അവൻ ജെനുവിനായിട്ട് ആഗ്രഹിക്കുന്ന
തന്നെ നമ്മുടെ ഹാങ് എങ്ങനെയെങ്കിലും അവളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരണം എന്ന്. അപ്പം നമ്മുടെ യൂനു പറയും, നിനക്ക് ആ വിൽപത്രമൊക്കെ ചേഞ്ച് ആക്കാം, പക്ഷെ ഇപ്പോഴല്ല. നീ ആദ്യമേ നിന്റെ അസുഖമൊക്കെ നേരെയാക്കി നീ നല്ല ഹെൽത്തി ആവുക, അതിനുശേഷം നമുക്ക് വിൽപത്രമൊക്കെ ചേഞ്ച് ആക്കുന്നതിനെ പറ്റി ആലോചിക്കാം എന്ന് പറയും. നമ്മളുടെ ഹാങ്ങിന് നല്ല സന്തോഷം, കൂട്ടത്തിൽ തന്നെ സങ്കടവും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂൻസെങ്ങിനെയാണ്. അവനാണെങ്കിൽ പഠിച്ച പണി 18 നോക്കും, നമ്മുടെ യൂനുവിൻ്റെ ലോക്കർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ അവനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ യൂൻസെങ് വിചാരിക്കും, അതില്ലെങ്കിൽ വേണ്ട, അത് പിന്നെ ഞാൻ ഓപ്പൺ ചെയ്തെടുത്തോളാം, ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നമ്മളുടെ ഈ യൂൻസെങ് ആണെങ്കിൽ അവിടെയുള്ള ബുക്കൊക്കെ തുറന്നു നോക്കുന്നതും അവിടെയായിട്ട് ഒരു കാർഡ് കിട്ടും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനു ആണെങ്കിൽ ആ ഹിസ്റ്ററി കാർഡ് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പറഞ്ഞില്ലേ, ആ ഷോപ്പിൻ്റെ കാർഡായിരുന്നു. അങ്ങനെ നമ്മളുടെ യൂൻസെങ് അതിൻ്റെ ഫോട്ടോ എടുത്ത് വയ്ക്കും, ആ ഷോപ്പിൽ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ ഡേഹിനെയാണ്. അവളാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ കുറേ കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുക. അവളാണെങ്കിൽ അവിടെ പറയും, അതായത് ഹാങ് ആണെങ്കിൽ ഇപ്പോഴും യൂസ് ചെയ്യാത്ത ഒരുപാട് ഡ്രസ്സസ് അവളുടെ ആ ഒരു അലമാരയിലായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇതെല്ലാം വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതെല്ലാം ലിമിറ്റഡ് എഡിഷനുമാണ്, പണക്കാർക്ക് എന്തും ആവാമല്ലോ, ഞാനും പണക്കാരിയായിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം വാങ്ങിച്ചേനെ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചിയോളും അതേപോലെ തന്നെ ഈ ഡേഹിയും എങ്ങനെ മീറ്റ് ചെയ്തു എന്നാണ്. രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കണ്ട് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ചിയോളെന്ന് പറഞ്ഞാൽ ഭയങ്കര നെയ്വായിട്ടുള്ള ഒരാളാണല്ലോ. അവനാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കും. പിന്നീട് കാണിക്കുന്നതും പ്രസന്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഈ ചിയോളിൻ്റെ അമ്മയുണ്ടല്ലോ, അവരാണെങ്കിൽ ചിയോളിന് വേണ്ടിയിട്ട് ഒരു മെഡിസിൻ കൊണ്ടുവരും. എന്നിട്ട് അവരവിടെ പറയും, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോന് നല്ല ആരോഗ്യം വെക്കും, നിൻ്റെ എല്ലാ ഇഷ്യൂസും മാറും. ഇത് വെച്ചിട്ട് പറയുന്നത് തന്നെ മരിച്ചു പോയവർക്കൊരു ജീവൻ കൊടുക്കാൻ നല്ല കഴിവുള്ള ഒരു ചെടിയാണ് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെയായിട്ട് നമ്മുടെ ഹാങ്ങിൻ്റെ ആൻറ്റി വരും. ഇവരാണെങ്കിൽ ഇത് കാണുന്നതും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ചിയോളിനെ എന്ത് ഇഷ്ടമാണ്. ഉടനെ തന്നെ നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ഈ ഹാങ്ങിൻ്റെ അമ്മയെടുത്ത് പറയും, ഈ മരുന്ന് കുറച്ച് എനിക്ക് തരുമോ ഹാങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. ഉടനെ തന്നെ ഹാങ്ങിൻ്റെ അമ്മ ചോദിക്കും, അവൾക്ക് എന്തോത്തിനാണ് ഈ മരുന്ന്, അവൾ നല്ല ഹെൽത്തി ആണെന്നല്ലോ, അവൾക്ക് ഭയങ്കര ഷാർപ്പ് മൈൻഡുമാണ്, അവൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവൾക്ക് തന്നെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന്. ഇത് കേൾക്കുന്നതും നമ്മളുടെ ആൻറ്റിക്കാണെങ്കിൽ പറയണമെന്നുണ്ട്, അതായത് ഹാങ്ങിനാണെങ്കിൽ നല്ല സുഖമില്ല, അവൾക്ക് കെയർ കിട്ടേണ്ട സമയമാ എന്ന്. എങ്കിലും ആൻറ്റി എന്തോ ചെയ്യാനാ. ആൻറ്റി ആണെങ്കിൽ പറയും, നിങ്ങളാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മോനെ മാത്രം കെയർ ചെയ്യുന്നത് അത്ര നല്ല ഏർപ്പാടല്ല, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു മോൻ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഹാങ്ങിനെയും കെയർ ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ റിഗ്രറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് നമ്മളുടെ ആൻറ്റി അവിടെ നിന്ന് അങ്ങ് പോവും. അവർ പിന്നീട് നേരെ വരുന്ന തന്നെ ഹാങ്ങിൻ്റെ അച്ഛൻ്റെ അടുത്താണ്. അവർക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവരുടെ വീട്ടുകാർക്ക് എല്ലാം പറയണമെന്നുണ്ട് നമ്മുടെ ഹാങ്ങിൻ്റെ അവസ്ഥ എന്തുവാ എന്ന്. എങ്കിലും ഹാങ് പറഞ്ഞേക്കുന്ന വീട്ടുകാർക്ക് ആർക്കും പറയരുത് എന്നല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആൻറ്റിക്ക് എന്ത് വേണമെന്ന് കൂടി അറിയത്തില്ല. അങ്ങനെ ഹാങ്ങിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ആ അച്ഛൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഒരു കണ്ണാടി കൂട്ടിലായിട്ട് ഒരു ഒച്ചിനെ വളർത്തുന്നുണ്ട്. അയാൾ അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ അയാളുടെ അനിയത്തിയെടുത്ത് പറയും, ഇതിന് വയ്യാന്നാ തോന്നുന്നത്, ഇത് ഫുഡ് കഴിക്കുന്നില്ല, എനിക്ക് നല്ല സങ്കടമുണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ആൻറ്റി ഭയങ്കരമായിട്ടും കിടന്ന് കരയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാങ്ങിൻ്റെ അച്ഛന് ഒരു ചെറിയ ഒച്ചിനെന്തെങ്കിലും പറ്റിയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ സ്വന്തം മോക്ക് വലിയൊരു ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ സഹിക്കും, അയാൾ ആകെപ്പാടെ തകർന്നു പോകത്തില്ലേ. ഇതും ആലോചിച്ചിട്ട് നമ്മളുടെ ആൻറ്റിക്ക് ഭയങ്കര സങ്കടം വരും. അവരവിടെ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങും. അവിടെ നമ്മുടെ ഹാങ്ങിൻ്റെ അച്ഛനൊന്നും മനസ്സിലാവത്തില്ല. അയാൾ വിചാരിക്കും ഇവളാണെങ്കിൽ ഇവളുടേതായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനുവിനെയും അതേപോലെ തന്നെ ഹാങ്ങിനെയാണ്. രണ്ടുപേരോട് ജർമ്മനി ഇരുന്നിട്ട് ഏത് ഷോ കാണണമെന്ന് അറിയാണ്ട് ഇങ്ങനെ ചാനൽസൊക്കെ മാറ്റി മാറ്റി ഇരിക്കുവാണ്. അവസാനം നമ്മളുടെ ഹാങ് പറയും, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവുക എന്ന്. അപ്പോൾ നമ്മുടെ യൂനു പറയും, ഓക്കെ എന്നാൽ പിന്നെ നീ പോയി കിടന്നു. അപ്പോൾ നമ്മളുടെ ഹാങ് വയ്ക്കും, നീ എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ നമ്മുടെ യൂനു പറയും, അത് ഞാൻ അപ്പുറത്തെ റൂമിലായിട്ടാണ് കിടന്നോളാം. ഇവിടെ നമ്മുടെ ഹാങ്ങിനാണെങ്കിൽ എങ്ങനെയെങ്കിലും യൂനുവിനെ അവളുടെ റൂമിലായിട്ട് കയറ്റണം. ഇവളാണെങ്കിൽ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോന്നൊക്കെ സംസാരിക്കും. എന്നിട്ട് അവൾ പറയും, ഓക്കെ നിനക്ക് എവിടെയാണോ ഇഷ്ടം കിടന്നുറങ്ങാൻ അവിടെയായിട്ട് വന്ന് കിടന്നുറങ്ങിക്കോ, ആരും ഒന്നും പറയാൻ പോകുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോവും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു വരുന്ന ആലോചിക്കുമ്പോൾ അവന് മനസ്സിലാവും, അതായത് ഹാങ് ഇപ്പോൾ അവനെ ഇൻവൈറ്റ് ചെയ്യുക ചെയ്തത് എന്ന്. വേഗം തന്നെ നമ്മുടെ യൂനു ചാടി കയറി ഹാങ് കഥടയ്ക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ആ ഡോറിൽ കയറി അങ്ങ് പിടിക്കും. എന്നിട്ട് ചോദിക്കും, ഇന്ന് രാത്രി ഞാൻ നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തോട്ടെ എന്ന്. അപ്പം നമ്മുടെ ഹാങ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു പറയും, ഓക്കെ ഞാൻ ചോദിച്ചതിന് എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ ഇവിടുന്ന് പൊക്കോളാന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവിടെ നിന്ന് തിരിഞ്ഞ് നടക്കാനായിട്ട് ഒരുങ്ങും. ഉടനെ തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ യൂനുവിൻ്റെ കയ്യിലായിട്ട് കയറി പിടിക്കും. എന്നിട്ട് ചോദിക്കും, അല്ല ഞാൻ
ഞാൻ ആലോചിക്കുമായിരുന്നു, നീ ഇപ്പം എൻ്റെ അടുത്ത് ഇന്ന് മാത്രം സ്റ്റേ ചെയ്യുന്നതിനെ പറ്റിയാണോ ചോദിച്ചത്, അതോ ഇനി മുതൽ എൻ്റെ കൂടെ സ്റ്റേ ചെയ്യുന്നതിനെ പറ്റിയാണോ ചോദിച്ചത്? ഇത് കേട്ട ഉടനെ നമ്മുടെ യൂനു പറയും, ഞാൻ ഇനി മുതൽ നിൻ്റെ കൂടെ സ്റ്റേ ചെയ്തോട്ടെ എന്നാണ് ചോദിച്ചത്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് യെസ് പറയും. അങ്ങനെ രണ്ടുപേരുടെ റൂമിൽ കയറിയിട്ട് എന്ത് വേണമെന്നറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. രണ്ടുപേരും കുറേ സമയം ഇങ്ങനെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യും. അവസാനം നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ കയ്യിൽ പിടിക്കാനായിട്ട് വരുന്നത്. പെട്ടെന്ന് തന്നെ ഹാങ് ആണെങ്കിൽ ഒരു കാര്യം പറയാനായിട്ട് തുടങ്ങും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കേസാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് തന്നെ ആക്സിഡൻ്റായി അവൾ മരിക്കും എന്നുള്ളൊരു സ്റ്റേജ് എത്തിയപ്പോൾ അവളുടെ ഭർത്താവാണെങ്കിൽ ഒരു ലോയറിനെയും കൂട്ടി വന്നിട്ട് ഇവളെ കൊണ്ട് ഇവളുടെ ഈ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം സൈൻ ചെയ്ത് വാങ്ങിക്കാൻ നോക്കി. അയാൾ വിചാരിച്ചത് അയാളുടെ വൈഫ് മരിച്ചു പോകുമെന്നാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ളവരെ ഇഷ്ടമേ അല്ല. എന്നാലും അവളുടെ ഹസ്ബൻഡിനെ എങ്ങനെ ചെയ്യാൻ തോന്നി? അവൾ മരിക്കാൻ കിടന്നപ്പോൾ അവളുടെ വിൽപ്പത്രം എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ലൊരു ഹസ്ബൻഡിനെയാണല്ലോ കിട്ടിയത്. അവസാനമാണെങ്കിൽ ആ പെണ്ണിന് അസുഖമെല്ലാം നേരെയാവുകയും ചെയ്തു. അവളുടെ ഹസ്ബൻഡിനെ ഒന്നും കിട്ടാതെയോ ആയി. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂനുവിനാണെങ്കിൽ അങ്ങ് ഒരുമാതിരിയാവും. എത്രയൊക്കെ പറഞ്ഞാലും ഇവൻ ഇപ്പം അങ്ങനെ അല്ലെങ്കിലും അവൻ മുന്നേ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് പറയും, ഇങ്ങനെയുള്ള ഒരാളിനെ എൻ്റെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അയാളെ കൊന്നു കളയുമെന്ന്. എങ്കിലും എനിക്ക് നല്ലൊരു ഹസ്ബൻഡിനെ അല്ലേ കിട്ടിയത്. നീയാണെങ്കിൽ എനിക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു പറഞ്ഞു. അതേപോലെ തന്നെ അടുത്ത ദിവസം എനിക്ക് ശ്വാസം ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തായിട്ട് വന്ന് ചെക്ക് ചെയ്തു. പിന്നെ എനിക്ക് ചുമയോ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു അസുഖം വന്നാലോ നീ എന്നെ എന്ത് കെയറിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹാങ് ആണെങ്കിൽ യൂനുവിൻ്റെ മുടിയിലൊക്കെ ആയിട്ട് പിടിച്ച് സംസാരിക്കും. യൂനുവിനാണെങ്കിൽ അങ്ങ് ഒരുമാതിരി ഫീൽ ചെയ്യും. അപ്പം നമ്മുടെ യൂനു പറയും, അതൊക്കെ എന്തിനാ ഇപ്പം പറയുന്നേ, അതെല്ലാം കഴിഞ്ഞു പോയ കാര്യമല്ലേ. അപ്പം നമ്മുടെ ഹാങ് പറയും, അങ്ങനെയല്ല, നീ ആണെങ്കിൽ ഒരു ദിവസം ഞാൻ വന്ന് നോക്കിയപ്പോൾ എൻ്റെ അസുഖത്തിനെ പറ്റി ഫുള്ള് റിസർച്ച് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ നീ ഉറങ്ങിയും പോയി. സത്യം പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പുണ്യമാണോ എന്തോ ചെയ്തത് എന്നൊക്കെ നമ്മുടെ ഹാങ് പറയും. നമ്മളുടെ യൂനുവിനങ്ങ് ഭയങ്കര ഇതായിട്ട് തോന്നും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എത്രയൊക്കെ പറഞ്ഞാലും അതെല്ലാം അഭിനയിച്ചതായിരുന്നില്ലേ. അപ്പം നമ്മുടെ ഹാങ് പറയും, നീ ആണെങ്കിൽ ഞാൻ ജർമ്മനി വന്നു എന്ന് അറിഞ്ഞപ്പോൾ എല്ലാം ജോലി ഇട്ടെറിഞ്ഞിട്ട് എൻ്റെ പുറകെ വന്നു. എനിക്ക് അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളുടെ യൂനുവിനും നല്ല സന്തോഷമൊക്കെ ഉണ്ട്. എങ്കിലും അവൻ മുന്നേ ചെയ്ത കാര്യമൊക്കെ ആലോചിച്ചിട്ട് അവന് നല്ല റിഗ്രറ്റും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ നമ്മളുടെ ഹാങ്ങിനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവോഴ്സ് പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചേക്കുമല്ലേ. അവനതൊക്കെ ആലോചിച്ചിട്ട് എന്ത് വേണമെന്ന് കൂടി മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂനുവും ഹാങ്ങും കൂടി ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്നതാണ്. നമ്മളുടെ യൂനുവിനാണെങ്കിൽ ഒരു സമാധാനം ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ രാത്രി തന്നെ ഒരു ചർച്ചിലായിട്ട് വന്നിരുന്നിട്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ യൂനു ഇങ്ങനെ ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ നടക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ട് അവനെ വിളിക്കുന്നതാണ്. എന്നിട്ട് ചോദിക്കും, അല്ല നീ എന്താ ഇന്ന് നമ്മളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വരാഞ്ഞ്? നിന്നെ ഇന്നലെ രാത്രി തൊട്ടേ കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ യൂനു പറയും, ഞാൻ ജർമ്മനിക്ക് വന്നു എന്ന്. സത്യം പറഞ്ഞാൽ അവൻ്റെ ഫ്രണ്ടിന് ഇത്രയും നാളും ഡൗട്ട് ഉണ്ടായിരുന്നു യൂനുവിനാണെങ്കിൽ ഹാങ്ങിന് യഥാർത്ഥത്തിൽ ഇഷ്ടമാണോ എന്ന്. ഇപ്പോഴാണെങ്കിൽ അത് കൺഫേമും ആയി. അത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് അവളുടെ ആ വീട്ടിലായിട്ട് കയറി വരുന്നത് നമ്മുടെ ഹാങ് എന്തോ ഒരു സംഭവം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഹാങ് നമ്മുടെ യൂനുവിനെ വിളിച്ചിട്ട് പറയും, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്നെ ആ ഡോക്ടർ കോൺടാക്ട് ചെയ്തായിരുന്നു. എൻ്റെ അസുഖം നേരെയാക്കാൻ വേറെ ഒരു മാർഗ്ഗമുണ്ട്. ആ പ്രൊസീജിയറും ട്രൈ ചെയ്ത് നോക്കാം എന്ന്. അപ്പോൾ തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. സത്യം പറഞ്ഞാൽ ഈ ഡോക്ടറുടെ അടുത്ത് എന്ന് സംസാരിച്ചതേ നമ്മുടെ യൂനു ആണ്. അവരാണ് ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് പറയും, നിങ്ങളാണെങ്കിൽ ഹാങ്ങിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയത് തന്നെ നിങ്ങൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സയും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ. നിങ്ങളങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ പേരിൽ കേസ് ഫയൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവസാനം നിങ്ങളുടെ ഈ സെൻറ്റർ തന്നെ പൂട്ടേണ്ടതായിട്ട് വരും. അവസാനം ഈ ഡോക്ടറാണെങ്കിൽ നമ്മളുടെ യൂനുവിൻ്റെ അടുത്ത് പറയും, ഓക്കെ ഞങ്ങളാണെങ്കിൽ അവളുടെ WBCയുടെ കൗണ്ട് കൂട്ടാനുള്ള എന്തെങ്കിലും ചികിത്സ ചെയ്യാമെന്ന്. അതാണ് ഇപ്പം നമ്മളുടെ ഹാങ്ങിന് ഒരു മെയിലായിട്ട് അവർ അയച്ചേക്കുന്നത്. ഇത് വായിക്കുന്നത് നമ്മുടെ ഹാങ്ങിന് ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് പറയും, ഞാൻ നിൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞല്ലേ വേറെ എന്തെങ്കിലും മാർഗം കാണുമെന്ന്. നീ എന്തിനാ വെറുതെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നത്? നമുക്ക് എല്ലാം നേരെയാക്കാമെന്ന് പറഞ്ഞിട്ട് യൂനു നമ്മുടെ ഹാങ്ങിനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.